10-16 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കരുണാകരൻ്റെ മകൾ പത്മജയുമായിട്ട് ഒരു സ്വകാര്യ ഇൻ്റർവ്യൂ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സംഭാഷണത്തിൽ അവർ പറഞ്ഞത് 2 പേരാണ് മാഡത്തിൻ്റെ കണ്ണിലെ 2 കൃഷ്ണമണികളെന്ന് പറയുന്നത്. ഒന്ന് സുധാകരനും ഒന്ന് KC വേണുഗോപാലും. ശ്രീമതി പത്മജ അന്നിത് പറയുമ്പോഴത്തേക്ക് സുധാകരൻ കോൺഗ്രസിൽ ഒന്നുമല്ലായിരുന്നു. KC വേണുഗോപാൽ വെറും ഒരു കേന്ദ്രത്തിലെ ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് മാത്രമായിരുന്നു. പക്ഷേ ഒരു 15 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കാണുന്നത് ഒരു വശത്ത് സുധാകരനും മറ്റേ വശത്ത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ലോക്സഭ MP ആയിട്ടുള്ള KC വേണുഗോപാലും. കഴിഞ്ഞ തവണ ശ്രീ സുധാകരൻ മത്സരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഏറ്റവും വലിയ ഉടക്കിട്ടത് സിറ്റിംഗ് MP-മാർ മത്സരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉടക്കിട്ടിട്ടാണ് അദ്ദേഹത്തെ വളരെ വിഷണ്ണനായി നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ ചെന്നിത്തലയും VD സതീശനെയും ഒക്കെ വെട്ടിയിട്ട് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വലം കൈ ആയിട്ടുള്ള KC വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള കുപ്പായം തയ്പ്പിച്ചിരിക്കുകയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിലെ UDF-ൽ വളരെ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്നുള്ളതിനകത്ത് സംശയം വേണ്ട. കാര്യം കോൺഗ്രസ് പാർട്ടിക്കകത്തൊരു സ്ട്രക്ചർ ഉണ്ടാക്കി, ഒരു ഘടന ഉണ്ടാക്കി ആ പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ചത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ആദ്യത്തെ 5 വർഷത്തെ പിണറായി സർക്കാരിനെ മറിച്ചിടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന്റെ പുറത്ത് പല കാരണങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് ബാറ്റൺ അദ്ദേഹം ശ്രീ VD സതീശന് കൈമാറി. VD സതീശനും ആ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കുമെന്ന് പറയാൻ നമുക്കാവില്ല. കാര്യം സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പല കാര്യങ്ങളെയും വിമർശിക്കുകയല്ലാതെ അതിന് പകരം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പോരിനിടയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് സമന്വയമായിട്ട് ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും മറ്റുള്ളവരെ മറ്റു രീതികളിൽ അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും ശ്രീ രാഹുൽ ഗാന്ധി എക്കാലത്തും ചെയ്യുന്നത്. ഇതോടെ കേരളത്തിലെ UDF അവസാനിച്ചു എന്ന് പറയേണ്ട ഒരു അവസരം വരും. കാര്യം ഘടകകക്ഷികൾക്കൊന്നും ഇത്തരം കാര്യങ്ങളിലോട്ട് താല്പര്യമില്ല. കാര്യം ശക്തമായ ഒരു കോൺഗ്രസ് എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ഒരു പാറയുടെ പുറത്താണ് UDF എന്ന് പറയുന്ന ഒരു മുന്നണി രൂപപ്പെട്ടതും വളർന്നതും വികസിച്ചതും കേരളത്തിന്റെ ഭാഗതയെ നിർണയിച്ചതും. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥ ഇന്ത്യയിൽ ഒട്ടാകെ ശോഷിച്ച 1-2 സംസ്ഥാനങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി. ഏറ്റവും ദയനീയമായിട്ട് സ്റ്റാലിൻ്റെ അടുത്ത് ചെന്ന് മുട്ടിൽ നിന്ന് 20 സീറ്റ് വാങ്ങേണ്ട ഒരു ഗതികേടിലാണ് കോൺഗ്രസ് ഇന്ത്യയിൽ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് തലയുയർത്താൻ സാധിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഇപ്പോൾ നിലവിലുള്ളതിൽ ഇലക്ഷനുമായിട്ട് അഭിമുഖീകരിച്ചതിനകത്ത് കേരളം മാത്രമാണ്. ആസാമിൽ അവർ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. വർഷങ്ങളോളം ആസാം ഭരിച്ച ഒരു പാർട്ടിയാണ്. അവിടെ അവർ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത്, 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട്. പോണ്ടിച്ചേരിയിൽ ചിലപ്പോൾ 2ാം സ്ഥാനം കിട്ടുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. ചിലപ്പോൾ 3ാം സ്ഥാനത്തായി പോകാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ ആ വഴിക്ക് പോകേ വേണ്ട. പിന്നെ നമ്മൾ കാണുന്നത് ദീദിയുടെ ബംഗാളാണ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ജ്വലിക്കുന്ന പന്തമായിരുന്നു മമതാ ബാനർജി. പക്ഷേ മമതാ ബാനർജിയെ പോലുള്ളൊരു വ്യക്തിയെ ഉൾക്കൊള്ളാനുള്ള സൗമനസ്യം കോൺഗ്രസിന് ഉണ്ടാകാത്തത് കൊണ്ട് അവർ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കുകയും അത് ബംഗാൾ കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഭരിച്ചു വരികയും ചെയ്തു. അപ്പോൾ അവിടെയും കോൺഗ്രസിന് ഇനി പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പോൾ ആകെ അവശേഷിക്കുന്ന റോള് കേരളത്തിലാണെങ്കിൽ ഈ ഒരു ത്രികോണ പോരിനിടയ്ക്ക് നമ്മുടെ സംസ്ഥാനം ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു അവസരം വരുമ്പോൾ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾ ചിലപ്പോൾ വിട്ടുപോകാനും ചിലപ്പോൾ കോൺഗ്രസിനെ നിയന്ത്രിക്കാനുമുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നു. അങ്ങനെ കലുഷിതമായ ഒരു രാഷ്ട്രീയ ഭാവിയാണ് കേരളത്തെ UDF-ന്റെ വിജയത്തോടൊപ്പം നമ്മൾ കാണാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.